രജനീഷ് ജോയിൻ ചെയ്തോ?
Good morning, all. Good morning. Good morning to all. Good morning. Good morning. Yes. Good morning, Rajini. Good morning. Reasonable, reliable, and not risk means then which one is wrong? God must. Good morning. Artika, ready ആണല്ലേ? Hello. Ready അല്ലേ? Okay. രണ്ടായി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Good morning, all. The meeting in connection with the 7 a.m. morning drive of JC India Zone 28 is hereby called to order. നമ്മുടെ ട്രെയിനിങ് ടീമിന്റെ പ്രോഗ്രാം ആയ ഈ 7 a.m. മോർണിംഗ് ഡ്രൈവ് 89ാമത് ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ചിത്ര മഠത്തെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഗസ്റ്റ് സ്പീക്കർ ആയിട്ടുള്ള ആർട്ടിക ജാസ്മിൻ, ജെസി പോർത്തുഗലിന്റെ മെമ്പറാണ്. ലൈഫ് സ്കിൽ ട്രെയിനറൊക്കെ ആയിട്ടുള്ള ആർട്ടിക ജാസ്മിനെ ഹൃദ്യമായി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മറ്റു പ്രോഗ്രാമിലേക്ക് എത്തിച്ചിട്ടുള്ള മുഴുവൻ ജെസി നോൺ ജെസി സുഹൃത്തുക്കളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിക ജാസ്മിനെ ഹൃദ്യമായ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ആർട്ടിക മാഡം, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. യു ക്യാൻ സ്റ്റാർട്ട്. Thank you, sir. Good morning, all. എല്ലാവരെയും കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അതിന് ഞാൻ പഠിച്ച തമ്പുരാനോട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളൊരു അവസരം തന്നതിന് ഹിഷാം സാറിനും താങ്ക് യു സർ. ഓക്കെ, തുടങ്ങാം അല്ലേ? ഓക്കെ, ഞാൻ ഒരിക്കൽ ഒരാൾ ഉണ്ടായിരുന്നു. അയാളുടെ ടൈമിന് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരാളായിരുന്നു അയാൾ. അതുകൊണ്ട് തന്നെ അയാള് ലൈഫിൽ വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ അയാളുടെ മകന് സമയത്തിന്റെ വില തീരെ അറിയാത്ത ഒരാളായിരുന്നു. അപ്പോ ആ മകന് എന്ത് വില കൊടുത്തിട്ടും സമയത്തിന്റെ വില മനസ്സിലാക്കി കൊടുക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ അയാൾ ഒരു ദിവസം ആ മകനെയും കൊണ്ട് ഒരു പാർക്കിലേക്ക് പോയി. വളരെ തിരക്കുള്ള ഒരു പാർക്കായിരുന്നു. ആ പാർക്ക് വളരെ തിരക്കുള്ളതായതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഭിക്ഷക്കാരും ഉണ്ടായിരുന്നു. അതിലൊരു 3 ഭിക്ഷക്കാരുടെ അടുത്ത് ഈ അച്ഛൻ ആ മകനെയും കൊണ്ട് പോയിട്ട് 3 ആൾക്കും തുല്യമായ രീതിയിൽ ഓരോ കെട്ട് പണം വീതം നൽകി ഈ അച്ഛൻ. എന്നിട്ട് ആ അച്ഛൻ മകനെയും കൂട്ടി വീട്ടിലേക്ക് പോയി. പിന്നീട് കറക്റ്റ് 1 വർഷത്തിന് ശേഷം വീണ്ടും ആ അച്ഛൻ ആ മകനെയും കൂട്ടി ഇതേ പാർക്കിലേക്ക് വീണ്ടും വന്നു. എന്നിട്ട് അപ്പൊ അവിടെ വന്ന് നോക്കുമ്പോ ആ പഴയ ഭിക്ഷക്കാരിൽ ഒരാൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ 3 എണ്ണത്തില്. അതിൽ ആ ആളോട് ഓടി ചെന്നിട്ട് ഈ അച്ഛൻ ചോദിക്കും, നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ? കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഞാൻ പണം നൽകിയിരുന്നല്ലോ, നിങ്ങൾ ആ പണം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു.
അപ്പൊ ആ ഭിക്ഷക്കാരൻ പറഞ്ഞു, ശരിയാണ്, എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങളെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, നിങ്ങൾ എനിക്ക് പണം നൽകിയിരുന്നു. പക്ഷെ ആ പണം അന്ന് എനിക്ക് കിട്ടിയപ്പോൾ അതിന്റെ വാല്യൂ എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചും താമസിച്ചും നല്ല രീതിയിൽ ജീവിച്ചും ഞാൻ ആ പണത്തെ നശിപ്പിച്ചു കളഞ്ഞു. എന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ പണം നഷ്ടപ്പെട്ടു, പക്ഷെ അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ പഴയ അവസ്ഥയിലായി എന്ന് പറയും. ഓക്കെ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 2 ഭിക്ഷക്കാർ എവിടെയെന്ന് ചോദിക്കും. അത് പറയും, മൂന്നാമത്തെ ആളെ എനിക്ക് അറിയില്ല, രണ്ടാമത്തെ ആളുടേതാണ് ആ മുന്നിൽ കാണുന്ന റെസ്റ്റോറന്റ് എന്ന് പറയും. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛൻ മകനെയും കൂട്ടി ആ റെസ്റ്റോറന്റിൽ പോകും. റെസ്റ്റോറന്റിൽ ചെല്ലുമ്പോ തന്നെ ആ റെസ്റ്റോറന്റിന്റെ ഓണർ ഓടി വന്ന് ഈ അച്ഛനെ നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തും. എന്നിട്ട് ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പറഞ്ഞ് പറയും, താങ്കൾ കാരണമാണ് എന്റെ ലൈഫ് രക്ഷപ്പെട്ടത്, നിങ്ങൾ തന്ന പണം കൊണ്ടാണ് ഞാനിത് തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല രീതിയിൽ തന്നെ അവരെ സ്വീകരിച്ചിരുത്തും. എന്നിട്ട് അപ്പൊ അച്ഛൻ ഓക്കെ മൂന്നാമത്തെ ഭിക്ഷക്കാരൻ എവിടെയെന്ന് ചോദിക്കും. അപ്പോ ആ രണ്ടാമത്തെ ഭിക്ഷക്കാരൻ പറയും, മൂന്നാമത്തെ ഭിക്ഷക്കാരൻ ഞാൻ എന്ന് വിചാരിക്കും താങ്കൾ അയാൾക്ക് ആ പണം നൽകരുതായിരുന്നു എന്ന്. കാരണം ആ പണം അയാള് മോശമായ രീതിയിൽ ഉപയോഗിച്ച് അയാള് ഈ പണത്തെ ചൂത് കളിച്ചും മദ്യപിച്ചൊക്കെ അയാൾ ആ പണത്തെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ പകൽ അയാൾ പാർക്കിൽ ഭിക്ഷ യാചിച്ചിട്ട് വൈകുന്നേരം ആവുമ്പോ വീണ്ടും ചൂത് കളിച്ചിട്ട് ആ പണം കൂടി നഷ്ടപ്പെടുത്തും എന്ന് പറയും. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ഈ മകനെ അച്ഛൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് അച്ഛൻ ചോദിക്കും, മകനെ നീ കണ്ടല്ലോ, ഞാൻ ഒരേ ദിവസം ഒരേ അളവിലാണ് ഈ 3 ഭിക്ഷക്കാർക്കും പണം നൽകിയത്. ഇതിൽ ഏത് ഭിക്ഷക്കാരനെയാണ് നീ മാതൃകയാക്കാൻ പോകുന്നത് എന്ന് ചോദിക്കും. ആദ്യത്തെ ഭിക്ഷക്കാരനെ എന്ന് പറയുന്ന അയാൾക്ക് അതിന്റെ വില അറിയാതെ അതിനെ വെറുതെ കളഞ്ഞു. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ വെറുതെ കളഞ്ഞു. അപ്പോ മൂന്നാമത്തെ ഭിക്ഷക്കാരനാവട്ടെ അതിനെ മോശമായ രീതിയിൽ ഉപയോഗിച്ചിട്ട് പഴയതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയിലാണ് അയാൾ മാറിയത്. അതിൽ രണ്ടാമത്തെ ഭിക്ഷക്കാരൻ മാത്രമാണ് സമൂഹത്തിനും സൊസൈറ്റിക്കും സ്വീകാര്യമായ ഒരു മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുന്നത് അയാൾ മാത്രമാണ്. ഈ ഒരേ അളവിൽ കിട്ടിയ പണത്തെ അയാൾ മാത്രമാണ് പിന്നീടുള്ള സമയത്തെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പൊ നീ ഇതിൽ ഏത് ഭിക്ഷക്കാരനെയാണ് നീ അനുകരിക്കാൻ പോകുന്നതെന്ന് മകനോട് ചോദിക്കും. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എനിക്കായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആളുകൾക്കും പരാജയപ്പെട്ട ആളുകൾക്കും വെറുതെ ഫോണിൽ കളിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇന്ന് കിട്ടിയിട്ടുള്ളത് 24 മണിക്കൂറാണ് അല്ലെ? എല്ലാവർക്കും 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂറിനെ ഞാനൊരു 3 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാൻ പോവാണ്. ആദ്യത്തെ ഒരു 7 മണിക്കൂർ, 8 മണിക്കൂർ, 9 മണിക്കൂർ എന്നുള്ള രീതിയിൽ 3 ഗ്രൂപ്പാക്കി ഞാൻ തിരിക്കാൻ പോവാണ്. ഓക്കെ, അതില് ഈ ആദ്യത്തെ 7 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? നമുക്ക് ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങൾക്ക് പ്രിയോറിറ്റി കൊടുത്താൽ മതിയല്ലേ? ഫസ്റ്റ് ഏത് കാര്യങ്ങളാണോ ചെയ്യേണ്ടത്? നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സെൽഫ് കെയർ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. താങ്ക് യു മാം. ശരിയാണ്. പക്ഷെ ഞാൻ ഈ 7 മണിക്കൂറിനെ നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ സ്ലീപ്പ്. താങ്ക് യു സർ. ഒരു മനുഷ്യന് ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ഉറങ്ങാനുള്ള സമയം എന്ന് പറയുന്നത് 6 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെയാണെന്നാണ് അല്ലെ? അപ്പൊ ഈ ആദ്യത്തെ 7 മണിക്കൂറിനെ നമുക്ക് സുഖമായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഉറങ്ങാൻ ഉപയോഗിക്കാം. ആദ്യത്തെ 7 മണിക്കൂർ. ഇതിലുള്ള രണ്ടാമത്തെ 8 മണിക്കൂറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ജോബ്, നമ്മൾ എന്താണോ ചെയ്യുന്നത്, ജോബ് ഓർ ബിസിനസ് വാട്ട് എവർ മേ ബി, നമ്മളെ ഏർണിങ്സിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. താങ്ക് യു മാം. ശരിയാണ്. അതെ, രണ്ടാമത്തെ 8 മണിക്കൂർ നമ്മുടെ ലൈഫ് ഏറ്റവും താങ്ക് യു സർ, ഷാഹുൽ ഹമീദ് സർ. രണ്ടാമത്തെ 8 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫിലെ അച്ചീവ്മെന്റ്സിന്, നമ്മുടെ കരിയറിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഹാർഡ് വർക്കിനുള്ള ടൈമാണ്. നമ്മുടെ ലൈഫ് ഏറ്റവും സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഹാർഡ് വർക്കിനുള്ള സമയമാണ് അടുത്ത 8 മണിക്കൂർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 7 മണിക്കൂർ ഉറങ്ങി 8 മണിക്കൂർ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഈ 9 മണിക്കൂർ നമ്മൾ എന്താ ചെയ്യാ? റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ടൈം യൂസ് ചെയ്യാം. താങ്ക് യു മാം.
നമുക്ക് തന്നെ പേഴ്സണൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും പേഴ്സണൽ ഇംപ്രൂവ്മെന്റിനും അതിനൊക്കെ തന്നെ നമുക്ക് കുറച്ച് ടൈം യൂസ് ചെയ്യാം. താങ്ക് യു. പിന്നെ ഫാമിലിയോടുകൂടെ ക്വാളിറ്റി ടൈം നമുക്ക് ഫാമിലിയോടുകൂടെ ചെലവഴിക്കണം, അതിന് കുറച്ച് സമയം യൂട്ടിലൈസ് ചെയ്യാം. താങ്ക് യു മാം, താങ്ക് യു മാം. എല്ലാത്തിന്റെ ആൻസർ പറഞ്ഞു. ശരിയാണ്. ഇപ്പൊ ഈ 9 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മുടെ ഹാർഡ് വർക്കും സ്ലീപ്പും കഴിഞ്ഞിട്ടുള്ള ഈ ബാക്കിയുള്ള ഈ സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നോ അതാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. നമ്മൾ ഈ 8 മണിക്കൂറോ അല്ലെങ്കിൽ 7 മണിക്കൂറോ ഉള്ളതല്ല, ഈ നമുക്ക് ഈ വെറുതെ കിടക്കുന്ന നമ്മുടെ വേസ്റ്റ് ആക്കി കളയുന്ന ഈ ടൈം നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നോ അതാണ് നമുക്ക് ഭാവിയിലേക്ക് നമ്മുടെ എവിടെ എത്തുന്നു എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ 9 മണിക്കൂറിനെ തന്നെ ഞാൻ വേറെ 3 ഗ്രൂപ്പാക്കി തിരിക്കാൻ പോവാണ്. 3, 3, 3 3 മണിക്കൂറിന്റെ 3 ഗ്രൂപ്പാക്കി തിരിക്കാൻ പോവാണ്. ആദ്യത്തെ 3 മണിക്കൂർ നമുക്ക് ചന്ദ്രിക മാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആദ്യത്തെ 3 മണിക്കൂർ ഇപ്പൊ നമുക്കറിയാം, ഇന്നത്തെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ പത്രമാധ്യമങ്ങളായിക്കോട്ടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പത്തെ ജനറേഷന്റെ മാനസികാവസ്ഥ ഏത് നിലയിലാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരാളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരാൾ നമ്മളെ കേൾക്കാനോ ഇല്ലാത്തതിന്റെയൊക്കെ വലിയൊരു കുറവ് കൊണ്ട് തന്നെയാണ്. അപ്പോ ഈ ആദ്യത്തെ ഈ 3 മണിക്കൂർ നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ പാരന്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, അയൽവക്കക്കാര്, അങ്ങനെ നമ്മൾ വീട്ടിലുള്ള ആളുകള്, അങ്ങനെയുള്ള ആളുകളോടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 3 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ തന്നെ ഇപ്പോ നമുക്ക് ആഴ്ചയിൽ ഒരു 3 മണിക്കൂർ അല്ല നമുക്ക് കിട്ടുന്നത്, ദിവസം നമുക്ക് ഈ 3 മണിക്കൂർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം ഒരു ദിവസത്തില്. പിന്നെ രണ്ടാമത്തെ 3 മണിക്കൂർ എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത്തെ 3 മണിക്കൂർ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ചോയ്സ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അത് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് രാവിലെ തന്നെ ഉണർന്ന് നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാല് എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് കുറേ നേരം പാട്ട് കേട്ട് ഇരുന്നിട്ടുള്ളൂ ഞാൻ അടുക്കളയിൽ പോവാ. അത് എന്താ വെച്ചാല് എനിക്ക് ആ ഒരു ആക്ടിവിറ്റി എനിക്ക് സന്തോഷം നൽകുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അങ്ങനെ എല്ലാ ആളുകൾക്കും ഒന്നെങ്കിൽ വായന ആയിരിക്കും, ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കും, അങ്ങനെ പല ആളുകൾക്കും പല ആക്ടിവിറ്റികൾ ഉണ്ടാവും. അത് ഏതാണോ നമുക്ക് സന്തോഷം നൽകുന്ന ആക്ടിവിറ്റി എന്താണോ ആ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം മാറ്റി വെക്കണം എന്നുള്ളതാണ്. അതിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, നമുക്ക് എക്സസൈസ് ചെയ്യാം, നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിന്റെ ആരോഗ്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട് ശരിക്കും. പക്ഷെ അത് ചില ആളുകൾക്ക് ഈ തിരക്കേറിയ ജീവിതത്തിൽ നമുക്ക് ആർക്കും എന്താണ് അതിനൊന്നും സമയം കിട്ടുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടേതായിട്ടുള്ള നമുക്ക് സന്തോഷം നൽകുന്ന ഒരു സമയത്തിന് വേണ്ടി നമുക്ക് ഒരു ദിവസം 3 മണിക്കൂർ ഇല്ലെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും മാറ്റി വെക്കേണ്ടതാണ്. നമുക്ക് സന്തോഷം നൽകുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ചെയ്താലും അടുത്തൊരു 3 മണിക്കൂറും ശരിക്കും നമുക്ക് ബാക്കിയാണ്. അതിലും നമുക്ക് എന്താണ് നമ്മുടേതായിട്ടുള്ള ഹെൽത്തിന്റെ കാര്യങ്ങളായിക്കോട്ടെ, നമുക്കിപ്പോ നല്ല രീതിയിൽ ഒന്ന് കുഴമ്പ് വെച്ച് കുളിക്കണം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് ഒരു ദിവസം നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് എന്തുണ്ട്, സമയമുണ്ട് അല്ലെ? പക്ഷെ നമ്മളിൽ പല ആളുകളും സമയം കളയുന്നത് എന്ന് വെച്ചാല് കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. അന്ന് അവരെന്നോട് അത് പറഞ്ഞല്ലോ, അന്ന് അവരത് ചെയ്തല്ലോ, അന്ന് എന്നോട് അത് ചെയ്തല്ലോ. അങ്ങ് നമ്മൾ പലരും ചെയ്യുന്നത് എന്താണ്, കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ മറ്റു പലരാണെങ്കിൽ വരാൻ പോണ കാലത്തെ കുറിച്ച് ആലോചിച്ചിട്ടാണ് സങ്കടപ്പെടുന്നത്. അന്ന് എന്താകും, അതെന്താകും, അത് ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ള ആലോചിച്ചിട്ടാണ് മറ്റു പല ആളുകളും സമയം കളയുന്നത്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞു പോയ ഒരു സെക്കൻഡ് പോലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല. കഴിഞ്ഞു പോയത് തന്നെയാണ്. അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് തന്നെയാണ്. അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല. അതുപോലെ തന്നെ വരാൻ പോണ കാലം എന്ന് പറയുന്നത് അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അത് നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോ നമ്മൾ ഈ പേടിക്കുന്ന പോലെ ഒന്നും ആവില്ല വരാൻ പോകുന്നത്. ചിലപ്പോ ഇതിലും നല്ലൊരു കാലമായിരിക്കും. ചിലപ്പോ നമ്മൾ ഈ പേടിക്കുന്നതൊക്കെ വെറുതെ ആയിരിക്കും. അങ്ങനെ നമ്മൾ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ആലോചിച്ചിട്ടും വരാൻ പോണ കാലത്തെ കുറിച്ച് ആലോചിച്ചിട്ടും നമ്മൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ സമയത്തെ നമ്മൾ വേസ്റ്റ് ആക്കി കളയാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഇന്ന് എന്തുണ്ടോ അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നാളെ നമുക്ക് ഉപകാരപ്പെടുന്നത്. ടൈമിനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് മാനേജ് ചെയ്യുന്ന ആളുകൾ മാത്രമേ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. നമ്മൾ പലരും ആഗ്രഹിക്കും, നമ്മൾ വിചാരിക്കും ഇന്ന് നന്നാകും, ഇന്ന് തൊട്ട് ഞാൻ നന്നാകും, നാളെ ഞാൻ നന്നാകും എന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ നമ്മൾ എന്താണ്
നമ്മൾ വീണ്ടും നമ്മളെ തെറ്റുകൾ ആവർത്തിക്കും. നമ്മൾ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ദിവസവും ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യാൻ ആഗ്രഹമുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യില്ല. എന്നിട്ട് അതിന് നമുക്ക് റിഗ്രറ്റ് ഉണ്ട്, കുറ്റബോധം ഉണ്ട്, നമുക്ക് അങ്ങനെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ നമ്മളെ തെറ്റുകൾ ആവർത്തിക്കും, അല്ലെ? ശരിയാണ്, എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട്, പ്ലാൻ ഉണ്ട്, സ്വപ്നം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മൾ വില കൊടുക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ നമ്മളെ സമയത്തിന് വില കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ചില ആളുകൾ നമ്മൾ പറയും നമ്മളെ വീട്ടിലുള്ള ചില ജോലികൾ, ഇപ്പൊ ഷെൽഫ് നന്നാക്കണം, അല്ലെങ്കിൽ ഷൂറാക്കൊക്കെ ഒന്ന് നന്നാക്കണം, അല്ലെങ്കിൽ ബുക്സ് ഒക്കെ ഒന്ന് പൊടി തട്ടി ഒതുക്കി വെക്കണം എന്നൊക്കെ നമ്മൾ എന്നും മനസ്സിൽ കരുതും. പക്ഷെ നമുക്ക് അതിനൊന്നും സമയം കിട്ടൂല. പക്ഷെ ഇതൊക്കെ ചെയ്താല് നമുക്ക് 1,00,000 രൂപ ആരെങ്കിലും തരും എന്ന് പറഞ്ഞാല് നമുക്ക് അതിന് സമയം ഉണ്ടാവില്ലേ? Yes. ഉണ്ടാവില്ലേ? Yes, ഉണ്ടാവും. yes. അതായത് താങ്ക് യു മാം. അതായത് പ്രശ്നം സമയത്തിന്റേതല്ല, നമ്മുടെ പ്രയോറിറ്റിയുടേതാണ്, അല്ലെ? നമുക്ക് അത് ആവശ്യമാണെങ്കിൽ നമുക്ക് അതിന് സമയം ഉണ്ടാവും എന്നുള്ളതാണ്, അല്ലെ? ഇപ്പോ നമ്മുടെ ലക്ഷ്യങ്ങൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മൾ വില കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റാരാണ് കൊടുക്കുക? നമ്മൾ തന്നെയല്ലേ കൊടുക്കേണ്ടത്. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വില കൊടുക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ നമ്മളുടെ സമയത്തിന് വില കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ഒരു നിമിഷം പോലും സത്യത്തിൽ നമുക്ക് വെറുതെ കളയാനില്ല. എവറി ഡേ ഈസ് എ ന്യൂ ഓപ്പർച്യൂണിറ്റി എന്നാണ്. എല്ലാ ദിവസവും നമുക്ക് തരുന്നത് പുതിയ അവസരങ്ങളാണ്. ഓരോ വർഷവും നമുക്ക് തരുന്നത് ഓരോ പുതിയ 365 ദിവസങ്ങളാണ്. ഓരോ ദിവസത്തിലും നമുക്ക് പുതിയ ഒന്നും കൂടി തുടങ്ങാന്, ഒന്നും കൂടി ആരംഭിക്കാന്, തെറ്റുതിരുത്തി ഒന്നും കൂടി മുന്നേറാനുള്ള ഓരോ ദിവസങ്ങളാണ് നമുക്ക് ഓരോ രാവിലെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ സമയം എന്ന് പറയുന്നത് എന്താണ്? വെറും ഒരു സമയമല്ല. ആ സമയത്തിലാണ് നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നമ്മളെ അവസരങ്ങളും എല്ലാം കിടക്കുന്നത് ആ സമയങ്ങളിലാണ്. നമ്മൾ ഓരോ സമയം വേസ്റ്റ് ആക്കുമ്പോഴും നമ്മൾ വേസ്റ്റ് ആക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ ലക്ഷ്യങ്ങളെയും നമ്മുടെ അവസരങ്ങളെയും തന്നെയാണ്, അല്ലെ? നമ്മളിപ്പോ നമ്മുടെ കയ്യിലുള്ള ഒരു 100 രൂപ ആയിക്കോട്ടെ, ഒരു 200 രൂപ, അറ്റ്ലീസ്റ്റ് ഒരു 50 രൂപ, 10 രൂപ നമ്മൾ വേസ്റ്റ് ബിന്നിൽ കളയോ? ഇല്ലല്ലോ. കാരണം നമുക്കതിന്റെ വില അറിയാം. എന്നിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? അതിലേറെ വിലയുണ്ടെന്ന് അറിയുന്ന നമ്മളെ സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെ വെറുതെ കളയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പെട്ടെന്ന് ചെയ്യുക. നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഇപ്പൊ തന്നെ തുടങ്ങി വെക്കുകയും ചെയ്യുക. കാരണം നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒരു ദിവസം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സമയം അവസാനിക്കുക തന്നെ ചെയ്യും. ഇല്ലേ? അവസാനിക്കൂലേ? ഇല്ലേ? നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സമയം നമ്മളത് അവസാനിക്കുക തന്നെ ചെയ്യും. ഇപ്പോ അവസരങ്ങൾ എന്ന് പറയുന്ന ആലിപ്പഴം പോലെയാണ്. അത് നമ്മൾ വീഴുമ്പോഴേ പെറുക്കിയെടുക്കണം, അല്ലെങ്കിൽ അത് അലിഞ്ഞു പോകുക തന്നെ ചെയ്യും, അല്ലെ? ഇപ്പോ ചില ആളുകൾ പറയുന്ന കേൾക്കുന്ന, അന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ അന്ന് പഠിക്കാൻ പോയിക്കണെങ്കിൽ ഇന്ന് എന്തെങ്കിലും ആയിന്, ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല, അന്ന് 10ാം ക്ലാസ് എഴുതിക്കണെങ്കിൽ ഇപ്പൊ ജയിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവര് പറയാൻ തുടങ്ങി അന്ന് മുതലെങ്കിലും ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും. അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ. അപ്പൊ അതാണ്, നമ്മുടെ സമയത്തെ, നമ്മുടെ സ്വപ്നത്തെ, ഇതിനെ നമ്മൾ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ സമയത്ത് വില കൊടുക്കണം. സമയം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷെ സമയത്തെ നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റും. നമ്മൾ നല്ല രീതിയിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ടൈമിനെ നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റും, അല്ലെ? ഇപ്പോ സമയത്ത് നമുക്കൊരു സമയം നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ലക്ഷ്യമാണ്. നമുക്ക് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ടതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് തീർക്കേണ്ടതായിക്കോട്ടെ, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് സമയത്തെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെ? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സമയത്തെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കോട്ട് ഉണ്ട്, റെസ്റ്റ് ഇൻ ദി എൻഡ് നോട്ട് ഇൻ ദ മിഡിൽ എന്നുള്ളത്. അത് വളരെ കൃത്യമാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ഇടയിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതാവരുത്. ഓരോ സമയവും നമുക്ക് ഓരോ അവസരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അവസരങ്ങൾ ചാടിക്കൊണ്ടേയിരിക്കണം എന്നാണ്, അല്ലെ? ഇഫ് യു റെസ്പെക്ട് യുവർ ഡ്രീം, റെസ്പെക്ട് യുവർ ടൈം എന്നാണ് പറയുന്നത്. താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ശ്യാം സാറിനെ ഞാൻ വീണ്ടും താങ്ക് യു പറയുന്നു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ആതിക മാഡം ഫോർ യുവർ നൈസ് ടോക്ക്. വളരെ ഉപകാരപ്രദമായ ഒരു സെഷൻ ആയിരുന്നു. സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, സമയത്തിന്റെ പ്രാധാന്യം എന്താണ്, ഇപ്പം പങ്ക്ച്വാലിറ്റി, ടൈമിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനമാണ്. ലൈഫിന്റെ ഏതൊരു മേഖലയിലും
പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൈം, സമയം എന്ന് പറയുന്നത്. സമയം ആരെയും ഒന്നിനെയും കാത്തിരിക്കുകയില്ല, സമയം കടന്നുപോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ യൂട്ടിലൈസ് ചെയ്യേണ്ട വിധം കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചു. താങ്ക് യു അത്തിക ജസ്മിൻ. The താങ്ക് യു time സർ. is for open forum and feedbacks. ആർക്കെങ്കിലും കൂട്ടിച്ചേർന്ന് ചെയ്യാം, കുറച്ച് ഒരു 5 മിനിറ്റ് സമയം ബാക്കിയുണ്ട്. ഞാന് സമയം ഏറെ ആവും വിചാരിച്ചിട്ട് പെട്ടെന്ന് നിർത്തിയതാണ്. പിന്നെ നോക്കിയപ്പോ സമയം ബാക്കിയുണ്ട്. താങ്ക് യു മാം. വെരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു രാവിലെ. നമ്മൾ സമയം വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ വരുമ്പോഴത്തേക്ക് പറ്റുന്ന അബദ്ധങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. നമ്മൾ നാളെയാട്ടെ എന്ന് പറഞ്ഞ് നീളെ പോകും. അതൊക്കെ മാറ്റി കറക്റ്റായിട്ട് ഇന്ന് തന്നെ ഇപ്പൊ ഡിവിഷൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു കുറച്ചും കൂടെ ഒക്കെ എല്ലാ കാര്യത്തിലും. താങ്ക് യു മാം. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. കാർത്തിക മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എന്തായാലും ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടൈം. ടൈം ഇങ്ങനെ കടന്നു പോവുകയാണ്, പക്ഷെ നമ്മൾ ആരും അത് ചിന്തിക്കുന്നില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, എന്താണ് ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയില്ല. പക്ഷെ പിന്നെ നമ്മൾ ഖേദിക്കും, ഓ അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു എന്നുള്ളത്. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. ഈ ജീവിതത്തിൽ ഈ ടൈം എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരുപോലെയാണല്ലോ. ഈ 24 hours എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സാധാരണക്കാരന് മുതൽ വലിയ ആളുകൾക്കും 24 hours തന്നെ ദൈവം കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അത് വെച്ചുകൊണ്ട് ചില ആളുകൾ അച്ചീവ് ചെയ്യുന്നു, ചില ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ചില ആളുകൾ നല്ല പൊസിഷനിലേക്ക് എത്തുന്നു. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ടൈമിനല്ല പ്രശ്നം, നമുക്കാണ് പ്രശ്നം. അപ്പോൾ ടൈം ഉപയോഗിച്ചിട്ട് അതിൻ്റെതായ രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. നമുക്കും മറ്റുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരുപോലെ ഈ ഒരു ലൈഫിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്കിപ്പോ ഈ ക്ലാസ് കേട്ടപ്പോൾ തോന്നി. അല്ലാതെ നമ്മൾ ടൈമിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ടൈമില്ല എന്ന് ഇങ്ങനെ പറയും, പക്ഷെ നമ്മൾക്കാണ് ഒന്നിനും നമ്മളാണ് മുന്നിട്ട് എന്നുള്ളതാണ് സത്യം. എന്തായാലും നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. പിന്നെയും ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇൻസ്പയർഡ് ആയി. താങ്ക് യു ഫോർ വാല്യുബിൾ സെഷൻ. താങ്ക് യു. താങ്ക് യു. ജാസ്മിൻ, മാം. മറ്റുള്ളവർക്ക് ചാൻസ് കൂടുതൽ കിട്ടട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം ഇനീഷ്യലി ഒന്നും റെസ്പോണ്ട് ചെയ്യാതിരുന്നത്. സോ ടൈം, അതാണ് ആക്ച്വലി പറഞ്ഞ, ടൈം ഈസ് എവ്രിതിങ് ഇല്ലേ. നമുക്ക് അറിയില്ല നമ്മുടെ അവസാനം എപ്പോഴായിരിക്കും എന്ന് അറിയില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, ഒരു ദിവസത്തിൽ നമുക്ക് 24 hours എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഈ ലോകത്ത് സൃഷ്ടാവ് കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈക്വൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം മാത്രമാണ്. ആ ടൈമിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്വയം നമ്മളെ മാനേജ് ചെയ്തുകൊണ്ട്, നമ്മളെ ആക്ടിവിറ്റിയെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആവണം, അതിന് പകരം നമ്മളിപ്പോ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, നമ്മള് ഈ സോഷ്യൽ മീഡിയയുടെ അഡിക്ഷനോടുകൂടി അഡിക്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഒരു ഫോൺ എടുത്ത് കയ്യിൽ വെക്കും. അത് ഒരു ടൈം ഇല്ലാതെ നമ്മളിങ്ങനെ അതിലിങ്ങനെ നോക്കി ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക്, ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഒക്കെ ഇങ്ങനെ പോയി എന്തൊക്കെയോ. ബട്ട് ആക്ച്വലി പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് അത്രയും സമയം നമ്മളത് പോയി കിട്ടിയെന്നല്ലാതെ ഫൈനലി നമുക്ക് ഒന്നും ഉണ്ടാവില്ല. കുറെ സമയം യൂട്യൂബിൽ ചെലവഴിക്കുന്നു, കുറെ സമയം നമ്മൾ ഫേസ്ബുക്കിൽ ചെലവഴിക്കുന്നു, കുറെ സമയം ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെ പല. പക്ഷെ ഫൈനലി നോക്കിയാൽ അതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നത്? ഒന്നുമില്ല. അതിന് പകരം നമ്മള് ഇപ്പം ജാസ്മിൻ പറഞ്ഞതുപോലെ നമുക്കൊരു സ്വപ്നം ഉണ്ടാവണം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എന്തൊക്കെ ആക്ഷനാണ് ആ ഒരു ലക്ഷ്യം സഫലീകരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടത്, ആ ആക്ഷൻ, ആ ഒരു ആക്ടിവിറ്റി നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്ത് അതിനെ ഷെഡ്യൂൾ ചെയ്ത് എവറി ഡേ നമുക്ക് ഓരോ ദിവസവും ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം നമ്മളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ എന്താണോ ആക്ഷൻ എടുക്കേണ്ടത്, അതിന് നമുക്ക് ദിവസവും നല്ല രീതിയിൽ അതിന് നമ്മൾ ടൈം കൊടുക്കണം. അതിനാണ് നമ്മൾ കൂടുതൽ ടൈം കൊടുക്കേണ്ടത്. മീൻസ് ആ ബാക്കി വെച്ചിരിക്കുന്ന 9 hours-ലുള്ള 3 hours നമ്മൾ കൊടുക്കേണ്ടത് അതിനാണ്. കൂടുതൽ ടൈം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയൊക്കെ റെഡി ആവും. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് അതിന് പകരം എല്ലാവരും എന്ത് പറഞ്ഞാലും പറയും, അയ്യോ എനിക്ക് ടൈമില്ല, എനിക്ക് ഒന്നിനും ടൈമില്ല എന്ന് പറയുന്ന
ഒരവസ്ഥയാണ്. നമ്മൾ വീടുകളിലാണെങ്കിലും എവിടെ ടീച്ചേഴ്സിനോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും ഒക്കെ അയ്യോ അതിന് സമയമില്ല, അതിനൊന്നും സമയമില്ല. ഇതാണ് നമ്മൾ കേൾക്കുന്നത്. അത് മാറിക്കിട്ടണമെങ്കിൽ ഇതാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ നന്നായിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു ജാസ്മിൻ. നമ്മള് എല്ലാവരെയും ഒരു ഓർമ്മപ്പെടുത്തലാണ്, ടൈമിനെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് മെയിൻലി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. എനിക്ക് മോർണിംഗ് ഡ്രൈവ് എന്ന് പറയുമ്പോ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് മാമിനെയാണ്. മാം എല്ലാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് മാം. ഇതിൽ ആരും എന്റെ കറക്റ്റ് നെയിം ചോദിക്കണേണ്. എന്റെ പേര് ആത്തിക ജാസ്മിൻ എന്നാണ്. ആത്തിക, അത് എനിക്കും ആ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ജാസ്മിൻ കിട്ടിയപ്പോ ദാറ്റ് ഇസ് ജാസ്മിൻ ക്ലിയർ ആണ്. മറ്റേത് ആത്തികയാണോ ആദികയാണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ശരി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു എനിക്ക്. കാരണം എന്റെ പൂത്തേരിയിലെ മെമ്പറാണ് കേട്ടോ ആത്തിക മാം. എല്ലാരോടും പറയാണ്, നല്ല സുന്ദരി കുട്ടിയായിട്ട് നല്ലൊരു വിഷയത്തെ കുറിച്ച് നാളെ മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ച കാര്യം നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പേടിയോ വിറയിലോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് വളരെ നന്നായിട്ട്. കാരണം നമ്മള് നിത്യജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു സംഭവമാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. ടൈം എങ്ങനെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണോ ആ മനുഷ്യരാണ് വിജയിച്ചിട്ടും ഉള്ളത്. ആ കാര്യത്തിൽ ആലോചിച്ച നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. ഞാൻ രാവിലെ യാത്ര ആയതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കാതിരുന്നേ. ഫുള്ള് ഞാൻ കേട്ടു. നല്ലതായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ടും ബെറ്റർ ആയിരുന്നു. സൂപ്പർ, അടിപൊളി. ഓക്കെ, താങ്ക് യു. ആത്തിക മാഡം ഗുഡ് മോർണിംഗ്. ശ്രീജിത്താണ് തവനൂര്. ഏതായാലും സെഷൻ മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഫീഡ്ബാക്കും വളരെ മനോഹരമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ ഫോർ യു. കാരണം ആ ഒരു സെഷൻ വളരെ മനോഹരമായി ഒരു ചിരിക്കുന്ന മുഖത്തോടു കൂടി തന്നെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ചിരി എന്നുള്ളത് എല്ലാവർക്കും പെട്ടെന്ന് വരുന്ന കാര്യമല്ല. കാരണം മാഡം സൂചിപ്പിച്ചു, ഞാൻ എന്ത് പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാലും എന്റെ രാവിലെ ഒരു പ്രഭാതം തുടങ്ങുന്നത് 2 വരി പാട്ട് കേട്ട് നിർബന്ധമാണെന്ന് എനിക്കാണ്. പാട്ട് കേട്ട് ആസ്വദിക്കാൻ കഴിവുള്ളവർ ഒരുപാട് ഹൃദയ വിശാലത ഉള്ളവർ ആയിരിക്കും എന്നാണ് പറയുക. അതുതന്നെയാണ് താങ്കളുടെ മുഖത്ത് ആ ഒരു പുഞ്ചിരി ആദ്യം അവസാനം വരെ നിലനിർത്തിയത്. കീപ് ഇറ്റ് അപ്പ് ലൈഫ് ലോങ്. അതോടൊപ്പം തന്നെ ഒരു കൂട്ടിച്ചേർക്കൽ കൂടി ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം സമയം എന്നുള്ളതായിരുന്നല്ലോ. കാരണം എനിക്കിപ്പോ രജനി മാഡം പറഞ്ഞ പോലെ ഈ ശനിയാഴ്ച പോത്തുകല്ല് വന്ന ഒരു സെഷൻ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു. പക്ഷെ ഞാൻ ആദ്യം ചിന്തിച്ചത്, എനിക്ക് ഇവിടുന്ന് ഏകദേശം നമ്മുടെ കുറ്റിപ്പുറത്ത് 4 മണിക്കൂർ റണ്ണിങ് ഉണ്ട് അങ്ങോട്ട്. അപ്പൊ ഞാനും ഉടനെ വിചാരിച്ചു, അയ്യോ ഭയങ്കര സമയം ഒരുപാട് എടുക്കുമല്ലോ. പക്ഷെ അവിടെ വന്ന് നിങ്ങളുടെ ആ ഒരു പോത്തുകൾ റോയൽസിന്റെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എടുത്ത ആ ഒരു സമയത്തേക്കാൾ ഉപരിയാണ് നിങ്ങളവിടെ എഫേർട്ട് എന്നുള്ളത്. ഏതായാലും ആ ഒരു കാര്യത്തും കൂടി ഞാൻ പ്രത്യേകം ഞങ്ങൾ നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ ഇഷാം സാറ് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഈ ഒരു ലൈവില് ആദ്യാവസാനം അദ്ദേഹം സൈക്ലിംഗ് ജോഗിങ് നടത്തിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. പക്ഷെ അദ്ദേഹം ക്യാമറ കട്ട് ചെയ്തിട്ടില്ല. കാരണം ഇത് നമുക്ക് വലിയൊരു മെസ്സേജ് ആണ്. പലവരും എന്ത് ചെയ്യും, രാവിലത്തെ ജോഗിങ്ങിൽ ക്യാമറ കട്ട് ചെയ്തിട്ട് അവരവരുടേതായ ഒരു പ്രൈവസിൽ ചെയ്യും. പക്ഷെ ഇസാംസം ചെയ്തത് വളരെ കൃത്യമായിട്ട് തന്നെ ആദ്യാവസാനം വരെ ക്യാമറ കട്ട് ചെയ്യാതെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. സാർക്കും വളരെ ബിഗ് താങ്ക്സ്. ഓക്കെ, എനിവേ ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ് ടു വൺസ് അഗൈൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സർ. കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിവേ നല്ല ഒരുപാട് ഫീഡ്ബാക്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ആത്തിക മാഡം ബെസ്റ്റ്. താങ്ക് യു. ചെയർമാൻ എന്നുള്ള അർത്ഥത്തിൽ എല്ലാവർക്കുള്ള ആശംസകൾ നേരുന്നു. ഒഫീഷ്യലി ഇന്നത്തെ പ്രോഗ്രാമിന് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് സുഹൈമ, ആർ യു ദേർ? Yes, I'm here. Okay. Okay, thank you, Chairman, for the privilege.
ആൻഡ് നമ്മുടെ 100 ദിവസത്തെ ഈ ട്രെയിനിങ് പ്രോഗ്രാമായ 7 മോർണിംഗ് ഡ്രൈവിന്റെ ഇന്നത്തെ ഈ ക്ലാസ് അടിപൊളിയായിരുന്നു. നമുക്ക് എടുത്തു തന്ന യാത്തിക മാമിന് ആദ്യം തന്നെ ഞാൻ താങ്ക്സ് പറയുന്നു. ഇനിയും ഒരുപാട് വിവരങ്ങൾ എത്തട്ടെ, ഒരുപാട് സെഷനൊക്കെ എടുത്തിട്ട് നല്ലൊരു ട്രെയിനർ ആവട്ടെ എന്ന് കൂടെ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മോർണിംഗ് ഡ്രൈവ് സെഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന നമ്മുടെ ഹിഷാം സർ, നമ്മൾ എന്നും ചെയർമാൻ മോർണിംഗിലെ വന്ന് സൈക്കിളൊക്കെ എടുത്ത് എന്തിവിടെ പോവുകയാണെങ്കിലും ഇത് വന്ന് ആ സമയത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിഷാം സാർക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇങ്ങനെ ഒരു നമ്മൾ സോൺ 28 വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ അയൽ ലേഡി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ZB ചിത്ര മാമിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ രാവിലെ തന്നെ ഈ ഒരു നമ്മുടെ സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ JC ആൻഡ് non JC എല്ലാ മെമ്പേഴ്സിനും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. Okay, thank you, Suhaima madam, for your nice talk. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് സാർ, താങ്ക് യു ഫോർ യുവർ നൈസ് വേർഡ്സ്. നമുക്ക് നാളെ മറ്റൊരു സെഷനുമായി നാളെ വീണ്ടും കണ്ടുമുട്ടാം. The meeting in connection with the 7 AM morning drive of JC India Zone 20 is hereby adjourned. Thank you all. Thank you.